പ്രിയപ്പെട്ടവരെ, ഇടയൻ്റെ സ്വരം നമ്മൾ തിരിച്ചറിയാറുണ്ടോ? ദൈവത്തോട് ചേർന്ന് വസിക്കുക എന്നത് കാലഹരണപ്പെട്ട ഒരാശയമായിട്ടാണ് ഇക്കാലത്ത് പലർക്കും തോന്നാറുള്ളത്. അവർ തങ്ങളുടെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ മാന്യസ്ഥാനം ലഭിക്കുവാൻ അവർ വെമ്പൽ കൊള്ളുന്നു. പട്ടണ ജീവിതവും സ്റ്റാർ ഹോട്ടലുകളും പാർട്ടികളും അവരുടെ സങ്കല്പ സ്വർഗങ്ങളാണ്. അതുകൊണ്ട് ഇക്കാലത്ത് ദൈവത്തെ വിട്ടിട്ട് അത്തരം സ്വർഗങ്ങൾ തേടിപ്പോകുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ദൈവം ഓരോ വ്യക്തിയെയും തേടി പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം വിശദീകരിക്കുന്നതിനായി അങ്കിൾ ലോറൻസ് എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു സംഭവ കഥയൊന്ന് നമുക്ക് നോക്കിയാലോ. സ്കോട്ട്ലൻഡിലെ ഒരു ആട്ടിടയൻ്റെ പുത്രിയായിരുന്നു ജെന്നി. സ്വപിതാവിൻ്റെ കൂടെ ആടിനെ തീറ്റാൻ എന്നും കുന്നിൻ ചെരുവുകളിൽ അവൾ പോകാറുണ്ട്. പകൽ മുഴുവൻ അവരുടെ ആടുകൾ മറ്റു ആട്ടിൻപറ്റങ്ങളോട് ചേർന്ന് മേയും. വൈകുന്നേരം ഇടയൻ അവയെ വിളിക്കും. അവ ഇടയൻ്റെ സ്വരം തിരിച്ചറിയും. മറ്റു ആടുകളുടെ ഇടയിൽ നിന്ന് അവ ഇടയൻ്റെ പിന്നാലെ വീട്ടിലേക്ക് തിരിക്കും. ഇങ്ങനെ ദിവസവും ആടിനെ മേയ്ക്കാൻ പോകുന്നത് ജെന്നിക്ക് ഇഷ്ടമായിരുന്നെങ്കിലും പ്രായമായപ്പോൾ അപരിഷ്കൃതരായ മാതാപിതാക്കളോടുകൂടി ഒരു നാട്ടിൻപുറത്ത് താമസിക്കുന്ന അവൾക്ക് അരോചകമായി തോന്നി. അതുകൊണ്ട് ഒരു ദിവസം അവൾ മാതാപിതാക്കളെ വിട്ടിട്ട് പട്ടണത്തിലേക്ക് പോയി. അവിടെ ചെറുപ്പക്കാർക്ക് ഉല്ലാസപൂർവ്വം ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ആട്ടിടയനും ഭാര്യയും അതീവ ദുഃഖിതരായി. അവരുടെ വീടിൻ്റെ വിളക്കായിരുന്നു ജെന്നി. അമ്മ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ ആടിനെയും കൊണ്ട് കുന്നിൻ ചെരുവിലേക്ക് പോകും. വൈകുന്നേരം അയാൾ തളർന്നു വീട്ടിലെത്തും. ഒരു സന്തോഷവുമില്ല അയാളുടെ മുഖത്ത്. ഒരു ദിവസം ആട്ടിടയൻ പത്നിയോട് ചോദിച്ചു, "ഞാൻ പട്ടണത്തിലൊന്നു പോയി ജെന്നിയെ അന്വേഷിക്കട്ടെ? അനേകായിരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണത്തിൽ എവിടെ ചെന്നാണ് അവളെ അന്വേഷിക്കുക? പട്ടണത്തിലുള്ളവർ നിങ്ങളെ കളിയാക്കും. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. നിങ്ങൾ പോയിട്ട് വരൂ," ഭാര്യ പറഞ്ഞു. ആട്ടിടയൻ ഒരു ദിവസം രാവിലെ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അപരിഷ്കൃതനായ ഒരു ഗ്രാമീണൻ്റെ വേഷത്തിൽ. കണ്ണിൽ കണ്ടവരോടെല്ലാം "എൻ്റെ ജെന്നിയെ കണ്ടോ?" എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ പട്ടണത്തിലുടനീളം നടന്നു. ആർക്കും അവളെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. നേരം സന്ധ്യയായാൻ പോവുകയാണ്. ജെന്നിയെ കാണാതെ എങ്ങനെ മടങ്ങിപ്പോകുമെന്ന് ചിന്ത അയാളെ തളർത്തി. "നീ എന്തു ചെയ്യും?" ഓരോ തെരുവിലും ചെന്ന അയാൾ "ജെന്നി, ജെന്നി" എന്ന ഉച്ചത്തിൽ വിളിച്ചു. "ഈ മനുഷ്യൻ എവിടെ നിന്ന് വരുന്നടാ?" എന്ന ഭാവത്തിൽ ചിലർ അയാളെ പരിഹസിച്ചു. ചിലർ തുറച്ചു നോക്കി. പക്ഷേ ആ ആട്ടിടയൻ അതൊന്നും വകവയ്ക്കാതെ അടുത്ത തെരുവിലേക്ക് നടന്നു. പിന്നെയും കൈപ്പത്തികൾ വയോടടുപ്പിച്ച് പിടിച്ചുകൊണ്ട് "ജെന്നി, ജെന്നി" എന്നുള്ള വിളി ആവർത്തിച്ചു. "അവൾ എവിടെ? അവൾ കേട്ടില്ലേ?" എന്ന് അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് നടന്നു. പട്ടണത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു തെരുവിൽ ചെന്നെത്തി. വിയർപ്പിൻ്റെ ദുർഗന്ധവും പുകയിലയുടെ കരിപ്പുകയും മുറ്റിനിന്ന ഒരു ഇടുങ്ങിയ മുറിയിൽ കുളിക്കുകയോ നനയ്ക്കുകയോ ചെയ്യാത്ത ഏതാനും യുവതി യുവാക്കൾ മദ്യക്കുപ്പികളുടെ നടുവിലിരുന്നുകൊണ്ട് ചീട്ട് കളിക്കുകയായിരുന്നു. ചീട്ട് ഇറക്കാൻ കൈനീട്ടിയപ്പോഴാണ് ജെന്നി തൻ്റെ പിതാവിൻ്റെ സ്വരം കേട്ടത്. ആ സ്വരം അവൾ തിരിച്ചറിഞ്ഞു. തൽക്ഷണം ചീട്ട് താഴെയിട്ടിട്ട് അവൾ ഇറങ്ങി ഓടി. തെരുവിൻ്റെ കോണിൽ നീട്ടിയ കരങ്ങളോടും ചുണ്ടിൽ നിറഞ്ഞു തുളുമ്പുന്ന പുഞ്ചിരിയോടും കൂടി നിൽക്കുന്ന പിതാവിൻ്റെ കരവലയത്തിൽ അവൾ അമർന്നു. അങ്ങനെ നഷ്ടപ്പെട്ട സന്തോഷം അവൾ വീണ്ടെടുത്തു. പിതാവിൻ്റെ ഭവനമാണ് ശാശ്വതമായ ആനന്ദത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ സ്ഥാനമെന്ന് അവൾ മനസ്സിലാക്കി. ഈ ആട്ടിടയൻ തൻ്റെ സ്നേഹഭാജനമായ മക്കളെ ഓരോരുത്തരെയും അന്വേഷിക്കുകയും പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മെ ഓരോരുത്തരെയും അന്വേഷിച്ച് നാം എവിടെയായിരിക്കുന്നുവോ അവിടെ അവിടുന്ന് എത്തുന്നു. പല രൂപങ്ങളിൽ, പല പേരുകളിൽ. ഹൃദയം നുറങ്ങിയവർക്ക് സർവേശ്വരൻ സമീപസ്ഥനാണ്. മനസ്സു തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന് ദാവീദ് രാജാവ് അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. ക്ഷമിക്കുന്നവനും ദയാലുവുമാണ് ദൈവം. നമ്മുടെ അധർമ്മങ്ങളിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിക്കുന്നു. നമ്മുടെ സകല രോഗങ്ങളെയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. നാശകരമായ കുഴിയിൽ നിന്നും പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കയറ്റി പാറമേൽ നിർത്തുന്നു. ഇടയൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ജെന്നിയെപ്പോലെ നാം ഇറങ്ങിച്ചെല്ലണമെന്ന് മാത്രം. നന്ദി.